അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ ആകാശ ലോകത്ത് നിന്ന് പേമാരിയായി പെയ്തിറങ്ങുന്ന പരിശുദ്ധ റമളാനിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അള്ളാഹു സാലിഹായ അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നോമ്പുകാരൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 കൂട്ടരുടെ ദുആ അള്ളാഹു സ്വീകരിക്കും എന്നതിൽ യാതൊരുവിധ തർക്കവും ഇല്ല. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നോമ്പുകാരനാണ്. അപ്പോൾ 15-ാമത്തെ വയസ്സ് മുതൽ, അല്ലെങ്കിൽ പ്രായപൂർത്തി ആയത് മുതൽ, ഇന്നിപ്പോൾ നമ്മൾ 30-ലും 35-ലും 40-ലും 50-ലും 60-ലുമൊക്കെ ആയി എത്തി നിൽക്കുന്നവരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്ക് തൗബ ചെയ്യാൻ ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത്, എപ്പോൾ വേണമെങ്കിലും തൗബ ചെയ്യാം, ഉടനെ തന്നെ തൗബ ചെയ്യണമെങ്കിലും ലൈവായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് റമളാനിലായതുകൊണ്ട് തൗബ ചെയ്യാത്ത ആരെങ്കിലും ഈ ലൈവ് പ്രോഗ്രാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ മുസാഫിർ, ആക്രമിക്കപ്പെട്ടവൻ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. എപ്പോഴും നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ നേട്ടം നമുക്ക് തന്നെയാണ്. നമ്മളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ നാശം പിടിച്ചവനാണ്, അവൻ്റെ ദുആയ്ക്ക് ഇജാബത്തില്ല. അതുപോലെ തന്നെ കിബിർ നടിക്കുന്നവൻ, അവൻ്റെ സ്വന്തം ദൃഷ്ടിയിൽ മാത്രമാണ് വലിയവൻ. ഈ അടുത്ത സമയത്ത് പേര് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല, നമുക്ക് വിഷയം നിങ്ങളെ ധരിപ്പിച്ചാൽ മതി. ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഈ ലൊക്കാലിറ്റിയിലെ ഏറ്റവും വലിയ തറവാട്ടുകാരൻ, കുടുംബക്കാരൻ അയാളാണ്. ഞാൻ അയാളെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചപ്പോൾ അയാൾ വലിയ ഹാജിയാണ്, പക്ഷേ ഇന്നും പലിശയുമായി ബന്ധപ്പെടുന്ന ആളാണ്. അയാളുടെ കുടുംബത്തിലെല്ലാം ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന രീതിയിൽ 55 വയസ്സിന് ശേഷം നമസ്കാരം തുടങ്ങുകയും പലിശയുമായി മല്ലടിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത് പറയാൻ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇസ്ലാമിലെ തറവാട്ടുകാരൻ ആരാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു. ഇസ്ലാം ബാക്കിയുള്ളവർ കുടുംബക്കാരല്ല, തറവാട്ടുകാരല്ല എന്നല്ല ഈ പറയുന്നത്. പക്ഷേ നല്ല സയ്യിദന്മാർ, അതായത് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ചോര സയ്യിദന്മാർ, അവർ കുടുംബക്കാരാണ്. നല്ല നല്ല ഹാഫിലീങ്ങളുള്ള കുടുംബം, അവർ കുടുംബക്കാരാണ്. ആലിമീങ്ങളുള്ള കുടുംബം, അവർ കുടുംബക്കാരാണ്. ഇതാണ് ഇസ്ലാമിലെ തറവാട്ടുകാരെന്ന് അവസരോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാതെ എവിടുന്നെങ്കിലും കുറേ പലിശപ്പണവുമായി ഗൾഫിലേക്ക് പോയി അവിടെ അറബിയെ പറ്റിച്ച് നാട്ടിൽ വന്ന് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഓമന പേരിൽ വസ്തുക്കച്ചവടം നടത്തി പലിശ ലാഭം കൊയ്യുകയും സക്കാത്ത് പിടിച്ചു കെട്ടിവെക്കുകയും ചെയ്യുന്നവരല്ല കുടുംബക്കാർ എന്ന് അവസരോചിതമായി ഓർമ്മപ്പെടുത്തുന്നു. ഒരു നാട്ടിൽ സക്കാത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഴയെ അള്ളാഹു തടഞ്ഞു വെക്കും. ഇപ്പോൾ അതല്ലേ ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? സക്കാത്ത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആ നാട്ടിൽ മഴയില്ല, അവിടെ മരണം അധികരിക്കും, കുഞ്ഞു മക്കൾ ഒരുപാട് മരിച്ചു വീഴും. അള്ളാഹു അങ്ങനെയുള്ള ഗതികേടിനെ തൊട്ട്, ആ പരീക്ഷണത്തൊട്ട് അള്ളാഹു കാക്കുമാറാക്കട്ടെ. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, സക്കാത്ത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ മഴ ലഭിക്കുകയില്ല. മക്കൾ അത് എന്ത് ചെയ്യും? മരിക്കുന്നതിന്, കുഞ്ഞുമക്കൾ മരിച്ചു വീഴുന്നതിന് അത് ഇടയാക്കും. അതുകൊണ്ട് സക്കാത്ത് നിർബന്ധമായിട്ടും നമ്മൾ കൊടുത്തിരിക്കണം. അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം. അല്ലാതെ നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് 10, 100, 50 ഒക്കെ കൊടുക്കുന്നത് സക്കാത്തല്ല, അത് സദക്കയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സക്കാത്ത് കൊടുക്കുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ബന്ധുക്കൾക്ക്, ഉമ്മ വഴിയുള്ള, വാപ്പ വഴിയുള്ള ബന്ധുക്കൾക്ക് കൂടുതൽ പരിഗണന നൽകാൻ, അതിൽ രോഗികളുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. കിബറന്മാരുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? കിബറന്മാരെല്ലാം സ്വന്തം ചിന്തയിൽ വലിയവനാണ്. അപ്പം ഞാൻ വലിയ ഒരു മുസ്ലിയാരാണ്, അല്ലെങ്കിൽ പ്രഭാഷകനാണ് എന്ന രീതിയിൽ ചിന്തിച്ച് നിങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ മാത്രമാണ് പ്രഭാഷകൻ, പണ്ഡിതൻ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എനിക്ക് യാതൊരു വിലയും അള്ളാഹു നൽകുകയില്ല. നേരെ മറിച്ച് സ്വന്തം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവനാണെങ്കിലും, നീ സ്വന്തം ദൃഷ്ടിയിൽ ചെറിയവനാണോ, ജനദൃഷ്ടിയിൽ നീ വലിയവനായിരിക്കും, നീ മഹാനായിരിക്കും.
എന്നാൽ സ്വന്തം ദൃഷ്ടിയിൽ വലിയവൻ. ബാക്കിയുള്ള ജനങ്ങൾ അവരെന്താണ് പറയുന്നത് വളരെ തരം താണ രീതിയിൽ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിവ് പഠിക്കണം. പണ്ഡിതൻ്റെ മഷി അവൻ്റെ പേന എന്ന് പറയുന്നത് ശുഹദാക്കളുടെ രക്തസാക്ഷിയുടെ രക്തത്തേക്കാൾ പവിത്രമാണ്. രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ്? ദീനിനു വേണ്ടി ശരീരം ഹോമിക്കപ്പെട്ട ആൾക്കാരാണ് ശുഹദാക്കൾ, രക്തസാക്ഷികൾ റളിയല്ലാഹു അൻഹും. അവരെക്കാൾ പവർ അള്ളാഹു ആർക്ക് കൊടുത്തിട്ടുണ്ട്? പണ്ഡിതൻ്റെ മഷിക്ക് കൊടുത്തിട്ടുണ്ട്, പണ്ഡിതൻ്റെ പേനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പണ്ഡിതനാണെങ്കിലും പ്രഭാഷകനാണെങ്കിലും ബിസിനസ്സുകാരനാണെങ്കിലും അള്ളാഹു തന്ന നിഅമത്താണ്. അത് ഹലാലായതെല്ലാം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിൽ നമ്മൾ അഹങ്കാരം, കിബിർ നടിക്കരുത്. കിബിർ നടിക്കുന്നവൻ്റെ അഹങ്കാരം ഒരു കാരണവശാലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അവിടുത്തെ ബഹുമാനപ്പെട്ട മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എല്ലാ യുദ്ധത്തിലും ജയിച്ചു വന്നിട്ട് എന്താണ് പറയുന്നത്, വിജയശ്രീ ലാളിതനായി തിരിച്ചു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയെ നീ വിജയിച്ചിട്ടില്ല, നാളെ ഒരാളെ കൂടി നീ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം മൂടി ധരിച്ചിട്ട് വേഷപ്രച്ഛന്നനായി അലി റളിയല്ലാഹു അൻഹുവുമായിട്ട് യുദ്ധം ചെയ്യുകയും അലിയാര് തങ്ങളെ തോൽപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് അലിയാര് തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മുഖമക്കനെ ഒന്ന് മാറ്റൂ, ഞാനിതാ തോൽവി സമ്മതിച്ചിരിക്കുന്നു, മരിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മുഖം അവസാനമായി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖം മൂടി വലിച്ചെറിഞ്ഞു. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, യാ നബിയേ, ഞാൻ അറിഞ്ഞില്ല അങ്ങാണെന്ന്. അങ്ങയുടെ കൂടെയാണോ ഞാൻ യുദ്ധം ചെയ്തത്? അങ്ങയ്ക്ക് നേരെയാണോ ഞാൻ വാൾ ചുഴറ്റിയതെന്ന് പറയുമ്പോൾ അലിയെ, ഇന്നലത്തെ യുദ്ധം ഉൾപ്പെടെ എല്ലാ യുദ്ധങ്ങളിലും നീ ജയിച്ചപ്പോൾ ഇന്നത്തെ ഈ യുദ്ധം കൂടി നീ ജയിച്ചില്ല. അതായത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നു എങ്കിൽ നിന്റെ ശരീരത്തിൽ അറിയാതെ ഇബ്ലീസ് അഹങ്കാരം ഇട്ട് തരും. ഒരു ചെറിയ, അതായത് നമ്മുടെ ഉമ്മമാര് അടുക്കളയിൽ കടുക് ഇട്ട് വെച്ചിരിക്കുന്ന അതുണ്ടല്ലോ, കടുക് എന്ന് പറയുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചെറിയ സാധനം, ആ വസ്തുവിൻ്റെ അത്രയും തൂക്കത്തിൽ അഹങ്കാരം നിന്റെ ഹൃദയത്തിൽ വന്നുപോയാൽ അലിയെ പിന്നെ നിനക്ക് സ്വർഗമില്ല. അതുകൊണ്ട് ഞാൻ എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും നോമ്പുകാരനാണെങ്കിലും എത്ര സാധുക്കൾക്ക് എത്ര രോഗികൾക്ക് പൈസ കൊടുത്താലും എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം വന്നാൽ അൻസാർ അൽ-ഇർബദിയുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല, നിങ്ങളുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെ ഒരു ഗതികേടിനെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ എത്ര അമല് ചെയ്താലും, കുറവ് ചെയ്താലും കൂടുതൽ ചെയ്താലും നമ്മുടെ മനസ്സിൽ അഹങ്കാരം വരരുത്. പിന്നെ ഒരു കാര്യം പറയും, നമ്മുടെ അമല് വെച്ചിട്ട് അതിന് പകരമായിട്ട് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള അമലിന് എത്ര കൊട്ടക്കണക്കിന് നമ്മൾ അമല് ചെയ്താലും അതിന് പകരമായിട്ട് അള്ളാഹു സ്വർഗം നൽകാനുള്ള അമലെനിക്കും നിങ്ങൾക്കുമില്ല. പിന്നെ അള്ളാഹു തന്നെ ഭിക്ഷയായിട്ടേ നമുക്ക് സ്വർഗം അവൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടി വാങ്ങാൻ പറ്റൂ. അള്ളാഹു സ്വർഗ അവകാശികളായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സുന്നി പണ്ഡിതന്മാരെയും അവരുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇത് വളരെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി പെടുത്തുക. വാഹിർ ദഹ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എത്ര മിനിറ്റ് വന്നു?